നസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ലഞ്ച് വ്ളോഗാണ്. അപ്പോൾ അതാ രാവിലെ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. കോഫിയല്ല, കാപ്പി. നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലേനോ, കാപ്പിപ്പൊടിയും പിന്നെ ചെറിയ ജീരകവും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പൊടി റെഡിയാക്കി വെച്ചിട്ടില്ലേനോ, അതേപോലത്തെ വീണ്ടും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കാക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. ശർക്കര എനിക്ക് അത്ര നല്ലതൊന്നല്ല, എന്നാലും വല്ലപ്പോഴും ഒരു മാസത്തിലൊരിക്കലും എന്നൊക്കെ പറഞ്ഞ മാതിരി ഞാനിത് ശർക്കര ഇട്ട് കുടിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ്. പിന്നെ കാപ്പിയിൽ നമ്മുടെ ശർക്കര ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ രാവിലെ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻഡസ് വാലിൻ്റെ ഒരു പ്രൊഡക്റ്റ് കൂടി ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ഫിഷ് ഫ്രൈ പാനാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു പാന് നിങ്ങൾ വാങ്ങുമ്പോൾ അവരുടെ കമ്പനി കൊടുക്കുന്ന ഡിസ്കൗണ്ടിന് പുറമെ നസീസ് എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 12% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടും. പ്രീ സീസണായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് നമ്മൾ സീസൺ ചെയ്യണമെന്നൊന്നുമില്ല. നല്ലോണം ഒരു 2-3 വട്ടം ഒന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് നോർമൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകുക. അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കുക, കത്തിച്ചിട്ടോ. പിന്നെ അല്ലെങ്കിൽ പുറത്തുകൊണ്ടുപോയിട്ട് വെയിലുള്ള സമയത്ത് അത് ഉണക്കിയാലും മതി. എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒന്ന് എണ്ണ പുരട്ടിയിട്ട് വെക്കണം, അതാണ് നല്ലത്. അപ്പോൾ ഇതിൽ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ളതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി ഇഷ്ടംപോലെ ഞാൻ പറയലുണ്ട്. അപ്പോൾ ഏറ്റവും ഉപയോഗിച്ചവർക്കും നല്ലോണം അറിയാം, ഇത് നല്ല കാസ്റ്റ് അയണിൻ്റെ നല്ല അടിപൊളി ഫ്രൈ പാനാണ് കേട്ടോ. ഈ ഒരു പാന് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഇതിൻ്റെ കൂപ്പൺ കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യണമല്ലോ, അപ്പോൾ അതിനായിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ മസാല തേച്ച് കാണിക്കണ്ടേ, അതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നോർമലായിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ സൂതമീനാണ് കേട്ടോ എടുത്തത്. സൂത, ചൂര അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂര. മുമ്പൊക്കെ ഞാൻ കാണിക്കലില്ലേ, ഈ കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ലാസ്റ്റാണ് കേട്ടോ അത്. ലാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിലേക്കൊന്നും എടുത്ത് വെക്കാത്തത്. സാധാരണ മുളക് പൊടിൻ്റെ കൂട്ടത്തിലല്ലത് വെക്കൽ, അതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ആ പൊടിയാണ്, ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമായിട്ടാണ്. അപ്പോൾ അതിപ്പോൾ തീരാനായി. പിന്നെ അതായാലും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ വലിയ ജീരകം പൊടിച്ചത്, അത് മസ്റ്റാണ്. ഞാൻ പറയലില്ലേ, ചിക്കനും മീനും ഒക്കെ വലിയ ജീരകം എന്തായാലും ചേർക്കും, അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റ് ചേർക്കട്ടോ. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിരിക്കുക മറന്നുപോയി സത്യം പറയുകയാണെങ്കിൽ. പിന്നെ നാരങ്ങ ഞാനിത് അതേപോലെ ഒരു കുപ്പിയിൽ നമുക്ക് അധികം കിട്ടുന്ന സമയത്ത് ഇതേപോലെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അങ്ങനെ നാരങ്ങ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അത് നല്ലതാണെന്ന് വെച്ചാൽ കുറേ നാൾ കേടാവാതെക്കും. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ചുരുണ്ട് പോവും, ഉണങ്ങിപ്പോവും, പിന്നെ നീരില്ലാതാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ കുഴപ്പമില്ല. ഇടയ്ക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇന്ന് വെള്ളം മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയൊരു പീസിലേക്ക് നാരങ്ങ നീരും കൂടി ചേർക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ അമ്മ നാരങ്ങ നീരിന് പകരം പുളിയാണ് കേട്ടോ പിയ്യുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഈ മസാലേൻ്റെ കൂട്ടത്തിൽ തന്നെ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്യുന്ന ഫസ്റ്റായിട്ട് ചെയ്യുന്നതിനോട് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഞാൻ ചട്ടിയിൽ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിലും കൂടി വെളിച്ചെണ്ണ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒഴിക്കാത്തത്. പിന്നെ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിന് പറഞ്ഞുകൂടെ കേട്ടോ, കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഫസ്റ്റ് ആയതുകൊണ്ട് ഇനി അടി പിടിക്കേ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ലല്ലോ ഫസ്റ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എണ്ണ കേട്ടോ നല്ലത്. മീൻ പൊരിച്ചതിനൊക്കെ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു സ്മെല്ലുമാണ്. പിന്നെ കറിവേപ്പിൻ്റെ കൂടി ചേർക്കട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക്. പിന്നെ ചെറിയൊരു ടിപ്പാണ്, നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി മീൻ പൊരിക്കുന്നതിന് മുമ്പേ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൈദപ്പൊടി ആയാലും മതി. ഇതിപ്പോൾ നമ്മളെ ക്ലാസ്സിൽ പോയപ്പോൾ ടീച്ചർ പറഞ്ഞ ടിപ്പാണ് കേട്ടോ. അപ്പോൾ മീൻ അടിയിലൊന്നും പിടിക്കില്ല. നമ്മൾ കറിവേപ്പിൻ്റെലൊക്കെ വെച്ച് കൊടുക്കല്ലേ, അതിന് പകരം ഇതേപോലെ അരിപ്പൊടി ചേർത്താൽ മതി. മൈദപ്പൊടി പിന്നെ അത്ര നല്ലതല്ലല്ലോ വിചാരിച്ചിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തെ തന്നെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എങ്കിലേ ഉള്ളൂ അതിൽ പുളിയും ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കണ്ടേ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മീൻ പൊരിച്ചതിന്. ഇതാണ് നമ്മൾ പാനിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കിട്ടുന്നൊക്കെ ഉണ്ട്, അടി പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഫസ്റ്റിൽ ഇടേണ്ടതിന്, എന്നാലും അത് പിന്നെ വേസ്റ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ മേലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ മീൻ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഞാൻ എന്തായാലും വെളുത്തുള്ളി ചേർക്കലുണ്ട്. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് കപ്പ പുഴുങ്ങിയതും
മത്തി മുളക് ഇട്ടതും മത്തി പൊരിച്ചതാണ്. മത്തി പൊരിച്ചത് തലേന്ന് രാത്രിക്കത്താണ് കേട്ടോ. അതേപോലെ തന്നെ മത്തി മുളക് ഇട്ടതും. പിന്നെ എളുപ്പത്തിന് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കപ്പ കഴിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഇക്കാക്ക് നല്ല ബുദ്ധിമുട്ടാണ് കഴിക്കുന്നതിന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെ ഒന്ന് പുറത്ത് പോയ സമയത്ത് 2-3 ഈ ഹോട്ടലിൽ കയറിയിട്ട് കപ്പ പുഴുങ്ങിയതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കാകനോട് എന്തായാലും കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിനോട് കുഴപ്പമില്ല പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് പുഴുങ്ങിയതാണ്. പിന്നെ ഇത് ഉച്ചക്കലേക്ക് തഴുതാമൻ്റെ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. ഇത് 2 ദിവസം മുമ്പേ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിനോണ്ട് ചിലതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് അതിൽ നിന്നൊക്കെ ഓരോ ഇലകളൊക്കെ നുള്ളി എടുത്തിട്ട് ഉപ്പേരി വെക്കാൻ പോവുകയാണ്. ഈ തഴുതാമനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞതിനെ കൊണ്ട് തന്നെ നല്ലോണം പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇല. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ശരീരത്തിൽ നീരൊക്കെ ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക്, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നല്ല ശോധനയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ഒക്കെ നല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേപോലെ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് ഇന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതാ കറി വെക്കുന്നത് പച്ചക്കായും മാങ്ങയും ഉണക്കസ്രാവ് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ ഈ പച്ചക്കായ ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ, പച്ചമുളക്, ഒരു തക്കാളി എന്നിവയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അത് ആ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് കറി വെക്കണം. തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. ഇതേ തന്നെ ഉണക്കസ്രാവിന് പകരം ഉണക്കലൈല വെച്ച് നോക്കണ്ട കേട്ടോ. മാങ്ങ ഇട്ടിട്ട് പച്ചക്കായ ചേർക്കണം എന്നില്ല. അപ്പോൾ അത് ആ പച്ചക്കായ കൂടി ചേർത്താലാണ് ഉണക്കസ്രാവ് നല്ല ടേസ്റ്റാണ്. ഉണക്കസ്രാവ് മാത്രം, പക്ഷേ പച്ചക്കായ കൂടി ഇട്ടിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് വെക്കൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം കൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിക്കുക. പച്ചക്കായ ആയതുകൊണ്ട് അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ട് എന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഉണക്കസ്രാവ് ചേർക്കുന്നത്. ഉണക്കസ്രാവിന് ഒരുപാട് വേവൊന്നുമില്ല, എന്നാലും ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നല്ല ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ഉണക്കലായതുകൊണ്ട് നല്ല ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഉപ്പൊന്ന് പോക്കിയതിന് ശേഷം മാത്രം പാകത്തിന് ഉപ്പ് നമ്മൾ കറിയിൽ ഇട്ടിട്ട് അതിലെ ഉപ്പും പോക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഉണക്കസ്രാവ് ഇട്ടതിന് ശേഷം അതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ നല്ലോണം ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. ഈ തേങ്ങയിലേക്ക് ഞാൻ ജീരകമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉണക്കലിന് പിന്നെ ജീരകമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഉണക്കലയിലാണ് മാങ്ങ ഇട്ട് കറി വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഉണക്കസ്രാവിനേക്കാളും. പക്ഷേ ഇതും ടേസ്റ്റൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റാണ് ഈ ഒരു ഉണക്കസ്രാവ് ഈ പച്ചക്കായൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ അതേപോലെ എൻ്റെ അമ്മായിയമ്മനെ ഓർക്കാണ് കേട്ടോ. ഈ ഉണക്കൽ കറി വെക്കുമ്പോൾ ഒക്കെ ഞാനത് പറയും, 1000 വട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ അടുത്തടുത്ത താമസം. അപ്പോൾ ആ സമയത്ത് എനിക്കിഷ്ടമാണെന്ന് ഉമ്മക്ക് അറിയാനേ, അതുകൊണ്ട് ആ കറി വെക്കുമ്പോൾ ഒക്കെ എനിക്ക് കൊണ്ടു തരലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അയിലക്കറി മാങ്ങട്ട് വെച്ചത് ഉമ്മൻ്റെ കറി തന്നെയാണ് രസം എന്നാണ് ഞാൻ എപ്പോഴും പറയൽ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.